ആധാരം നാനാജഗന്മയനാൻ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. ഗുരുനാഥൻ അരുൾ ചെയ്ത് അറിയാം. ആധാരം, സപ്പോർട്ട് എന്താണുള്ളത്? നാനാജഗന്മയനാം ഭഗവാനും ആധാരം വേദമാണ്. വേദത്തിനോ? വേദത്തിനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രവരന്മാർ. ആരാ ഭൂദേവപ്രവരന്മാർ? ഭൂദേവൻ സൂചിപ്പിക്കുന്നത്, ഭൂസുരൻ സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണരെയാണ്. ഏത് ബ്രാഹ്മണരെ? ബ്രഹ്മജ്ഞാനം നേടിയവരെയാണ് ബ്രാഹ്മണൻ സൂചിപ്പിക്കുന്നത്. അവിടെ ജന്മം ഒരു എന്താ പറയാ, ക്രൈറ്റീരിയൻ അല്ല, സ്റ്റാൻഡേർഡ് അല്ല. എന്താ മലയാളം പറയാന്? മാനദണ്ഡമല്ല. ഇപ്പൊ മാനം വേറെ, ദണ്ഡം വേറെ, അങ്ങനെയാണ് ഇപ്പൊ അല്ലേ? അപ്പൊ ബ്രാഹ്മണൻ അബ്രാഹ്മണൻ എന്ന് തീരുമാനിക്കുന്നത് ജന്മത്തിന്റെയോ ആചാരങ്ങളുടെയോ അനുഷ്ഠാനത്തിലല്ല. പിന്നെ ജന്മനാ ജായതേ ശൂദ്രഃ. എല്ലാ ജീവികളും ജനിക്കുന്നത് ശൂദ്രന്മാരായിട്ടാണ്. എന്തുകൊണ്ട്? തമോ ഗുണ രജോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് ജന്മം ഉണ്ടാകുന്നത്. പിന്നെ കർമ്മം കൊണ്ടും അറിവ് കൊണ്ടും ബ്രഹ്മജ്ഞാനം കൊണ്ടുമാണ് സ്റ്റാറ്റസ് മാറുന്നത് എന്നർത്ഥം. ഇപ്പൊ ഉപനയന കർമ്മത്തോടുകൂടി ആരാകുന്നു? ദ്വിജനാകുന്നു, ബ്രാഹ്മണനാകുന്നില്ല. ദ്വിജൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടാം ജന്മം. ദ്വിജൻ പേരുള്ള വേറെ രണ്ടു കൂട്ടരും കൂടെ ഉണ്ടറിയോ? ഒന്ന് പക്ഷി, പിന്നെ നല്ലോണം ഒന്ന് ആലോചിച്ചാൽ അറിയാം. നമുക്കൊക്കെ ഉള്ളൊരു സാധനമാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപയോഗം വരും. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ എന്ത് വേണം? പല്ല്. അതാണ് ഉദ്ദേശം. ദ്വിജപംക്തിദ്വയോജ്വല കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ അവിടെ എന്താ ദ്വിജം എന്ന് സൂചിപ്പിക്കുന്നത്? പല്ലൊക്കെ ഉള്ളത് രണ്ടാമത് വന്ന്, നമുക്കൊക്കെ മൂന്നാമതാണ്. കാരണം അതും പോയിട്ട് വേറെ വെച്ചതാണ്. സാധാരണ പല്ലിന് ദ്വിജം എന്നുള്ള വാക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ പല്ലൊക്കെ പോയിട്ട് രണ്ടാമത് വരുന്നതാണ്. അപ്പൊ ദ്വിജം എന്നുള്ളതിന് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥം ശരിയായ അർത്ഥത്തിലില്ല. പക്ഷെ പര്യായപദമായിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, വിപ്രൻ ദ്വിജൻ എന്നൊക്കെ. പക്ഷെ അർത്ഥം സാങ്കേതികമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ദ്വിജം എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? രണ്ടാമത് ജനിച്ചത്. അപ്പൊ സാധാരണ ജന്മം എല്ലാവരും ജനിക്കുന്നത് പോലെ ശൂദ്രനായിട്ട് ജനിച്ചു. ഉപനയന കർമ്മത്തോടുകൂടി ദ്വിജനായി. ദ്വിജനാകുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ശാസ്ത്ര പഠനത്തിനുള്ള ഈ നമ്മൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ എൻട്രൻസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നു എന്നർത്ഥം അല്ലെ? എൻട്രൻസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാത്തവർക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ ഇതതിനുള്ള അർഹത, അധികാരം, കോമ്പിറ്റൻസ്, എലിജിബിലിറ്റി നേടി. പിന്നെന്താ ചെയ്യേണ്ടത്? ഗുരുവിൻ്റെ അടുത്ത് വേദ അഭ്യാസമാണ് ചെയ്യുന്നത്. അങ്ങനെ വേദമെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് ദ്വിജൻ എന്നുള്ള സ്റ്റാറ്റസ് മാറിയിട്ട് വിപ്രൻ എന്നുള്ള സ്റ്റാറ്റസ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഗുരുവിൻ്റെ അടുത്ത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ദ്വിജൻ വിപ്രനാകുന്നത്. പിന്നെന്താ വേണ്ടത്? പിന്നെ സ്വാധ്യായവും അനുഷ്ഠാനവും മനനം ഒക്കെ കൊണ്ട് നിധിധ്യാസനം. തനിക്ക് ഈ പഠിച്ച അറിവ്, ഇന്നലെ പറഞ്ഞ അത് അറിവ്, രണ്ട് ആയും കൂടെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അറിവ് അനുഭവത്തിൽ കൂടി അനുഭൂതിയാകണം. 3 ഒന്നിച്ച് പറഞ്ഞു. അറിവ് അനുഭവത്തിൽ കൂടി അനുഭൂതിയാകണം. ഈ ബ്രഹ്മജ്ഞാനത്തെ സ്വയം അനുഭവിച്ച് ഞാൻ ആ പരമമായ സത്യം തന്നെയാണ് എന്ന് ബോധിക്കുന്നയാളെയാണ് ബ്രഹ്മജ്ഞാനി അഥവാ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ദ്വിജൻ, വിപ്രൻ, ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനെയാണ് ഇവിടെ ഭൂദേവപ്രവരന്മാർ എന്ന് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലുള്ള ദേവന്മാരിൽ പ്രവരന്മാർ. പ്രവരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. വരന്റെ കൂടെ പ്രിഫിക്സ് ചേർത്തപ്പോഴാണ് പ്രവരന്മാർ എന്ന് വന്നത്.
അപ്പൊ വെറും ശ്രേഷ്ഠതയല്ല, പിന്നെ നന്നായിട്ട് ഇതൊക്കെ പഠിച്ച് ക്വാളിഫൈ ചെയ്ത് അതിനുള്ള അർഹത നേടി അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു നില ഉറപ്പിച്ചവർ അവരെയാണ് ഭൂദേവ പ്രവരന്മാർ. അവരുടെ പ്രത്യേകത എന്താണ്? തദ്വരശാപാദികൾ. എന്താ ഈ തദ്വരം? തത് പ്ലസ് വരം ആണ് തദ്വരം. പലർക്കും അത് മനസ്സിലാകില്ല എന്താ അത് ഉപയോഗിക്കുന്നതാണ്. തത് പ്ലസ് വരം പ്ലസ് ശാപം, തദ്വര ശാപാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ വരവും ശാപവും ഒക്കെ ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. ധാതൃ എന്ന് പറഞ്ഞ ആരാണ്? ബ്രഹ്മാവ്, ധാതാവ്. ശങ്കരൻ മഹാദേവൻ, വിഷ്ണു ത്രിമൂർത്തികളെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ബ്രാഹ്മണരുടെ വരശാപാദികളെ ത്രിമൂർത്തികൾക്ക് പോലും സമ്മതം. അവിടെ മതം എന്ന് സൂചിപ്പിച്ചത് സാധാരണ മതം എന്ന് പറയുന്ന അർത്ഥത്തിലൊന്നുമല്ല. സമ്മതം എന്ന് നമ്മൾ പറയാറില്ല. സമ്യക് മതമാണ് സമ്മതം. മതം എന്നുള്ളതിന് അഭിപ്രായം എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഹിന്ദുമതം എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ അല്പം കാണാൻ ശ്രമിച്ചപ്പോൾ സൂചിപ്പിച്ചു അത് എന്നർത്ഥം. മതം എന്നുള്ളതിനർത്ഥം അഭിപ്രായം എന്നാണ് ശാസ്ത്രത്തിൽ. ഇവിടെ മതം എങ്ങനെ വരുന്നു? സമ്യക് മതം, ശരിയായ രീതിയിൽ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ത്രിമൂർത്തികൾക്ക് പോലും ബ്രാഹ്മണർ പൂജ്യരാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വന്നത് ഭൃഗു മഹർഷിയുടെ ഏകാംഗ കമ്മീഷനെ കുറിച്ച് നമ്മൾ ഭാഗവത വേദികളിൽ കാണാറുണ്ട് എന്നർത്ഥം. ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും യോഗ്യൻ എന്നറിയാൻ ഒരു വൺ മാൻ എൻക്വയറി കമ്മീഷണറായിട്ട് ആരെ വിട്ടു? ഭൃഗു മഹർഷി. രണ്ടിടത്തും പോയിട്ട് ബോധ്യമായിട്ടിങ്ങ് വന്നു, രണ്ടും ശരിയായില്ല. മൂന്നാമത് വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിലായിരുന്നു. നേരെ നെഞ്ചത്തേക്കാണ് ചവിട്ടിയത്. അപ്പോൾ ഭഗവാൻ ഞെട്ടിയാണെന്നിട്ട് ചോദിച്ചത് എന്താണ്? എന്റെ തൊലിക്ക് അല്പം കട്ടി കൂടുതലാണ്, അതുകൊണ്ട് അങ്ങയുടെ കാലിന് വല്ല പ്രയാസവും അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ വരുമ്പോൾ ഒന്നും അറിയാതെ ഇങ്ങനെ ഉറങ്ങിക്കിടന്ന എന്നോട് ക്ഷമിക്കണേ. എന്താ സൂചിപ്പിക്കുന്നത്? അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും. ഇത് തന്നെയല്ല, ഭൃഗുവിനോടൊരു വാക്കും കൂടെ കൊടുത്തു ഭഗവാൻ. എന്ത്? അങ്ങയെ ഇങ്ങനെ അപമാനിച്ചു എന്ന് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ വക്ഷസിൽ അങ്ങയുടെ കാൽപ്പാട് ധരിച്ചുകൊള്ളാം. എൻ്റെ പേരെന്താണ്? ശ്രീവത്സം. ശ്രീവത്സം എന്ന് വീട്ടുപേരിടുന്നവർ പോലും ചിലപ്പോൾ ഈ കഥയെ ഓർത്തില്ല എന്നിരിക്കും. അല്ലെ, പലയിടത്തും കാണാറുണ്ട് ശ്രീവത്സം എന്ന് വീട്ടുപേര്. അല്ലെ, നമ്മുടെ വീട്ടുപേര് ശ്രീവല്ലഭം എന്നാണെങ്കിലും പലപ്പോഴും കത്തുകൾ വരാറുള്ളത് ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ശ്രീവത്സം എന്തിനെ സൂചിപ്പിക്കുന്നു? സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ഭൃഗു മഹർഷിയെ വേണ്ട പോലെ ആദരിക്കാതിരുന്നതിൻ്റെ സൂചനയായിട്ട് ഭഗവാൻ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഏറ്റവും ആരാധ്യരായ ആളാണ് ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനിക്കാണ് ഏറ്റവും വലിയ പദവി നമ്മുടെ സംസ്കാരത്തിൽ കൊടുത്തിരിക്കുന്നത്. വേറൊന്നിനുമില്ല, വേറൊരുത്തർക്കും ഇല്ലാത്ത സ്റ്റാറ്റസാണ് ജ്ഞാനിക്ക്. ഗീത എന്താ ഭഗവാൻ സൂചിപ്പിക്കുന്നത്? ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹംസ ച മമ പ്രിയഃ. 4 തരത്തിലുള്ള ആളുകൾ എന്നെ ഭജിക്കുന്നുണ്ട്. ആർത്തനായിട്ടും ജിജ്ഞാസുവായിട്ടും അർത്ഥാർത്ഥിയായിട്ടും ജ്ഞാനിയായിട്ടും. ഈ 4 കൂട്ടരിൽ വെച്ച് ഏറ്റവും നല്ലവരാരാണ്? അഹംസ ച മമ പ്രിയ. ജ്ഞാനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും. എന്തുകൊണ്ട്?
ഭഗവത് തത്വത്തെ അറിഞ്ഞവരെയാണ് ജ്ഞാനി എന്ന് സൂചിപ്പിക്കും. അതാണ് ബ്രഹ്മജ്ഞാനിയുടെ അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്ക് ചൊല്ലാം. വേദജ്ഞൻ എന്ന് പറഞ്ഞാൽ വേദത്തെ അറിയുന്നവൻ. ശബ്ദത്തിന് അറിയുന്നവൻ. ജ്ഞാനി ജ്ഞപ്തി എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വേദജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്രഹ്മജ്ഞാനം നേടിയവർ. അവരുടെ മാഹാത്മ്യങ്ങൾ ആർക്ക് ചൊല്ലാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആർക്കും. അത്ര വലിയ ഒരു മാഹാത്മ്യമാണ് നമ്മുടെ സംസ്കാരത്തിൽ ബ്രാഹ്മണർക്ക് കൊടുത്തിരിക്കുന്നത്. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമാദ്യനായുള്ളൊരു ഞാൻ. അവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, ഞാൻ ബ്രാഹ്മണനൊന്നുമല്ല, പിന്നെ ആരാണ് ഞാൻ? ശൂദ്രനാണ്. ബ്രഹ്മപാദജൻ അല്ലേ? ശൂദ്രൻ എവിടുന്നാണ് ഉണ്ടായത്? ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ബ്രഹ്മപാദജനാണ്. പിന്നെ അജ്ഞാനിനാമാദ്യനായുള്ളൊരു ഞാൻ. ഞാനാണ് അജ്ഞാനികളിൽ വെച്ച് നമ്പർ 1. നോക്കൂ അഭിനയത്തിന്റെ ഭാഷ. അറിവിന്റെ അഹങ്കാരമല്ല അവിടെ പ്രതിഫലിക്കുന്നത്, പിന്നെ പരമമായ ജ്ഞാനത്തിന്റെ വിനയമാണ്. ഞാൻ എന്ന ഭാവം ഉപദ്രവിക്കാവുന്ന മറ്റൊരു മേഖലയാണ് ജ്ഞാനം. ജ്ഞാനമൊക്കെ നേടിക്കഴിയുമ്പോൾ മറ്റു പലരെ അപേക്ഷിച്ച് ഞാൻ വളരെ ശ്രീമതം, നമ്മൾ പലപ്പോഴും കണ്ട് ഈ കുറച്ച് ധനമൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മതത്തെ ശ്രീമതം എന്ന് പറയും. ഇതിനെന്ത് പറയും? ജ്ഞാനമതം. ഞാൻ കുറച്ചറിവ് നേടിയവനാണ്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നമ്മൾ കാണും. ജ്ഞാനമതം നേടിയവൻ, അതുണ്ടാകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ പാദജൻ അജ്ഞാനിനാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം. രാമായണം ഞാനിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കണ്ടുപിടുത്തമായിട്ടൊന്നും അല്ല എഴുതാൻ പോകുന്നത്, പിന്നെ പണ്ടുള്ളതാണ് ഈ രാമായണം. എങ്ങനെയുള്ളതാണത്? വേദസംഹിതം. ഇന്നലെ നമ്മൾ കണ്ടു. അത് എങ്ങനെയാണത്? വേദസംഹിതം, അപ്രൂവ്ഡ്, എൻഡോഴ്സ്ഡ്, ഓഥന്റിക്കേറ്റഡ് ബൈ വേദ. ബ്രഹ്മസംഹിതം. ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. വേദത്താൽ അംഗീകരിക്കപ്പെട്ടത്. അത് നമ്മൾ കണ്ടു. ഇത് ഇതിഹാസ പുരാണങ്ങൾ എങ്ങനെയാണ് വേദം എന്ന പേരിൽ പഞ്ചമവേദം എന്ന് അതെങ്ങനെ അറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്നർത്ഥം. അതുകൊണ്ട് ആ വേദസംഹിതമായ രാമായണത്തെ ചൊല്ലിയിടുന്നേൻ ഞാനിതാ പറയാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. ആർക്ക് വേണ്ടിയിട്ടാണിത്? ബോധഹീനൻ എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ ഇങ്ങനെ ICUവിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്നല്ല. പിന്നെന്താണ്? അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാത്തവരെയാണ് ഇന്നലെ നമ്മളൊരു വാക്ക് പറഞ്ഞത്, മൂഢൻ. അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാത്തവരെയാണ് മൂഢൻ എന്ന് പറയുന്നത്. ഈ ബോധഹീനൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ മൂഢനെയാണ്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് രാമായണം എഴുതപ്പെട്ടിരിക്കുന്നത്? അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, മൂഢന്മാർക്ക് വേണ്ടിയിട്ടാണ്. അറിവ് നേടിയവർക്ക് പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാമകീർത്തനത്തിന് തുടക്കത്തിൽ നമ്മൾ കണ്ടു. അത് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഉപാസനയെ ആവശ്യമില്ല, ഒരു പൂജയെ ആവശ്യമില്ല, ഒരു ജപവും ആവശ്യമില്ല. ആ പരമമായ ഭാവത്തിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ. അപ്പൊ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെയും ജപത്തിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്താണ്? നമ്മെ ആ പദവിയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം തികച്ചും അപ്രസക്തമാകുന്നു. അതുവരെ അത് വളരെ പ്രസക്തവും
ആകും. തെറ്റിദ്ധരിക്കരുത് എന്ന്. ഇതൊക്കെ അപ്രസക്തമാണെന്നാണോ പറഞ്ഞു വെക്കുന്നത്? അല്ല. ഈ പ്രസക്തവും അപ്രസക്തവും ഒക്കെ ഏത് വെച്ചിട്ടാണ് തീരുമാനിക്കുക? അവരവർ നിൽക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ചാണ്. ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രസക്തമായിരുന്നു. ഏതെങ്കിലുമൊക്കെ കോൾ ഡിസിഷൻസ് വന്നാൽ അത് നോട്ട് ചെയ്യുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും പുതിയ പുതിയ ഓർഡറുകൾ വന്നാൽ നോട്ട് ചെയ്യുക, പ്രത്യേകിച്ച് പേ റിവിഷന്റെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ നോട്ട് ചെയ്യുക. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴോ ഇതൊക്കെ പിന്നെ അഥവാ പ്രസക്തം ഉണ്ടെങ്കിൽ പെൻഷന്റെ വല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കൂട്ടി കൊടുത്തതിലൊന്നും ഒരു ശ്രദ്ധയില്ല. പിന്നെ പെൻഷൻകാർക്ക് DA 7%. ആശയം വ്യക്തമായില്ലേ? പ്രസക്തം എന്നുള്ള വാക്ക് അവസ്ഥയ്ക്കനുസരിച്ച് മാറി മാറി വരും. അപ്പൊ ബോധഹീനന്മാർക്കറിയാവണ്ണം എന്ന് പറഞ്ഞാൽ ബോധഹീനന്മാരായിട്ട് അറിവില്ലാത്തവരായിട്ടിരിക്കുന്ന സാധാരണക്കാർക്കൊക്കെ ഈ രാമായണം പ്രസക്തമാണ്, റെലവൻ്റ് ആണ്. അങ്ങനെ ഈ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ, അല്ലെ? വരികൾക്കിടയിലൂടി അങ്ങനെ വായിച്ചെങ്കിലേ രാമായണം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ. അതിനുള്ള ഒരു സൂചനയാണ് നമുക്കിവിടെ. ഈ 7 ദിവസം കൊണ്ട് ഇത് മുഴുവൻ ഇതുപോലെ പറഞ്ഞിട്ട് ബാലകാന്ഡം മുഴുവൻ പറഞ്ഞു തീരുകയില്ല ഈ രീതിയിൽ പോയാൽ. പക്ഷെ അതിന്റെ ഒരു സാമ്പിൾ, എങ്ങനെയാണ് രാമായണത്തെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് രാമായണം പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് കാണാനാണ് ഇത് ശ്രമിക്കുന്നത് എന്നർത്ഥം. ബോധഹീനന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേൻ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. വേദാന്താദി വിദ്യകളല്ല. ഈ വേദവും വേദാന്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേദാന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? വേദത്തിന്റെ അന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദത്തിന്റെ അവസാനം. വേദത്തിന്റെ അവസാനം എന്താ വരുന്നത്? ഉപനിഷത്തുകളാണ് വേദത്തിന്റെ അവസാനം. വേദത്തിന്റെ 2 3 ഒക്കെ പറയാറുണ്ട് ഭാഗമായിട്ട്. പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് 2 തിരിക്കും. കർമ്മകാന്ഡം എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? യജ്ഞയാഗങ്ങളൊക്കെ ചെയ്യുന്ന അതിനുള്ള വിധികളെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗത്തെ കർമ്മകാന്ഡം. പിന്നെ ഉപാസനാകാന്ഡം ഒക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കും. ബ്രോഡായിട്ട് പറയുമ്പോൾ ഇത് 2 കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും. ഈ ജ്ഞാനകാന്ഡത്തെയാണ് ഉപനിഷത്ത് അഥവാ വേദാന്തം എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ വേദത്തിന്റെ അവസാന ഭാഗം എന്ന അർത്ഥത്തിലും വേദാന്തം എന്നുള്ള വാക്ക് ശരിയാണ്. അറിവിന്റെ അന്തം. വേദം എന്നുള്ളതിന് ഇന്നലെ നമ്മൾ കണ്ടു, അറിവ്. വിദ് ധാതുവിൽ നിന്ന് വരുന്ന അറിവ് എന്നർത്ഥം. അറിവിന്റെ അന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവിന് അന്തമുണ്ടോ? യെസ്. പരമമായ സത്യത്തെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അറിയാനൊന്നും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ യസ്യാന്തം ന വിദു സുരാസുരഗണാഹ. ഓർമ്മയില്ലേ? എവിടെയാ കേട്ടിരിക്കുന്നത്? അതോ ഓർമ്മയില്ലേ? എവിടെയോ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം എല്ലാവരും അങ്ങനെ പറയുള്ളൂ എന്ന്. പക്ഷെ ശരിക്കത് എവിടെയാ വരുന്നത്? ഭാഗവതത്തില് 12ാമത്തെ സ്കന്ധത്തിന്റെ 13ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. യസ്യാന്തം ന വിദുസുരാസുരഗണാഹ ദേവായ തസ്മൈ നമഃ. ഇപ്പൊ വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിന്റെ അന്തം. അത് ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയൊന്നും അറിയേണ്ടതായിട്ടില്ലയോ? ഏതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയൊന്നും കിട്ടേണ്ടതായിട്ടില്ലയോ? അല്ലേ? ജ്ഞാതവ്യം അവശിഷ്യതേ. ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. അതാണോ പരമമായ സത്യം? ഒരു ചെറിയ ഇടവേള. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ. നമാമി നാരായണ പാദപങ്കജം സ്മരാമി നാരായണ തത്വമവ്യയം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. ആചാര്യൻ ഗുരുക്കന്മാരെയും എല്ലാ ദേവതാ സ്വരൂപികളെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് രചന ആരംഭിക്കുകയാണ്. ഏത് മഹത് രചനയ്ക്കും അത് എന്തിനു വേണ്ടിയിട്ട് എന്ന് സൂചിപ്പിക്കും. അതിനാണ് അനുബന്ധ ചതുഷ്ടയം എന്ന് സൂചിപ്പിക്കും. വിഷയം, സംബന്ധം, അധികാരി, പ്രയോജനം. ഇതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്നും ആർക്ക് വേണ്ടിയിട്ടാണെന്നും ഒക്കെ സൂചിപ്പിച്ചു. ബോധഹീനന്മാർക്കറിയാം വണ്ണം. അപ്പോൾ ബോധഹീനന്മാർക്ക് ബോധത്തെ ഉണ്ടാക്കി കൊടുക്കാൻ, അറിവില്ലാത്തവർക്ക് അറിവിനെ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ലക്ഷ്യം. അധികാരി എന്ന് പറഞ്ഞാൽ അതിന് എലിജിബിലിറ്റി ആർക്കാണ് ഉള്ളത് അത് സൂചിപ്പിച്ചു. ഭക്തന്മാർക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് അതും പറഞ്ഞു. വേദാന്താദി വിദ്യകളെല്ലാം പഠിക്കണം. ഇതാണ് പ്രയോജനം. ഇക്കാര്യങ്ങൾ അനുബന്ധ ചതുഷ്ടയത്തിന്റെ ഒരു ഏകദേശ സൂചനയും കൂടി അവിടെ കൊടുത്തിട്ടാണ്. ആദ്യം രാമായണം എഴുതിയത് വിരിഞ്ച വിരചിതം, അത് സൂചിപ്പിച്ചു. പിന്നീട് അത് ഭൂമിയിൽ ഇല്ലാതെ വന്നപ്പോഴാണ് രാമനാമത്തെ ജപിച്ച, രാമനാമത്തിന്റെ മഹിമ ബോധ്യപ്പെട്ട ബ്രഹ്മദേവൻ ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം. ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ട് മോക്ഷാർത്ഥം, പരമപുരുഷാർത്ഥമായ ഒരു പുരുഷാർത്ഥം എന്ന് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ സൂചിപ്പിക്കില്ലേ? ഒരു പുരുഷ, അവിടെ ഒരു എന്നുള്ള ശബ്ദത്തിന് പലരും തെറ്റി ഒരു എന്ന് വായിക്കാറുണ്ട്. ഒരു അല്ല, ഉരു എന്നാണ്. ഉരു എന്ന് പറഞ്ഞാൽ വലിയത്, പരമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നർത്ഥം. പരമമായ പുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷമാണ്, മുക്തിയാണ്. എന്താണ് മുക്തി എന്ന് പറയുന്നത്? ഒരുപാട് ഉത്തരങ്ങളുണ്ടാവാം അല്ലേ? രോഗത്തിൽ നിന്നുള്ള മുക്തി, പിന്നെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെ ഒരുപാട് മുക്തികളുണ്ട് എന്നല്ല. പക്ഷെ പരമമായ മുക്തി എന്ന ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് ദുഃഖത്തിൽ നിന്നുള്ള മുക്തിയാണ്. ദുഃഖത്തിന് കാരണം എന്താണ്? നേരത്തെ ഇന്നലെ നമ്മൾ ചോദ്യോത്തര പങ്ക്തി കണ്ടതാണ് അല്ലേ? ഒട്ടൂർ തിരുമേനിയും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ചോദ്യോത്തര പങ്ക്തി അല്ലേ? ദുഃഖത്തിന് കാരണം എന്താണ്? ജന്മം. ജന്മത്തിന് കാരണം എന്താണ്? കർമ്മം. ഇങ്ങനെ ഒരു അനാലിസിസ് നമ്മളവിടെ കണ്ടതാണ് എന്നർത്ഥം. ഒടുവിൽ കൊണ്ട് നിർത്തിയത് എവിടെയാണ്? ജ്ഞാനം ഉണ്ടെങ്കിലേ അജ്ഞാനം മാറുക. അജ്ഞാനമാണ് ഇതിനെല്ലാം പ്രശ്നം. അത് മാറണമെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം. അപ്പം ഇതാർക്കാ ഇതാവശ്യം? മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ. അല്ല, ഇപ്പോൾ തന്നെ ഞാൻ മുക്തനാണ് എന്ന് അറിഞ്ഞവർക്ക് മുക്തി ഇനി ആവശ്യമില്ല. നമ്മെപ്പോലുള്ളവർക്കൊന്നും അത് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആർക്കാണ് മുക്തി ആവശ്യം? ഇപ്പോൾ ഞാൻ മുക്തനല്ല എന്ന് തോന്നുകയും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നവർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ആർക്കാ മുക്തി വേണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഇപ്പോൾ മുക്തനല്ല എന്നും ആ മുക്തിയില്ലായ്മ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്നവർക്കുമാണ് മുക്തി ആവശ്യം. പഴയ തമാശ കവിത എല്ലാവർക്കും അറിയാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖം. എത്ര ഭംഗിയായിട്ട് എല്ലാവർക്കും അറിയാം. രാമായണത്തിന് ഒരു വരി പറഞ്ഞാൽ ഇത്ര റെസ്പോൺസ് ഉണ്ടാവാറില്ല. വെളിച്ചം ദുഃഖമാണ്, തമസ്സല്ലോ സുഖം. ഇത് വിചാരിക്കുന്ന ആളിൽ എവിടെയാണ് വെളിച്ചത്തിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവുക? അല്ലേ? അപ്പൊ ഇരുട്ട് സുഖമാണ് എന്ന് വിചാരിച്ച് അതിൽ കഴിയുന്ന ഒരാളിന് ഒരിക്കലും വെളിച്ചത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ മുക്തി ഇപ്പോൾ മുക്തനല്ല എന്ന് തോന്നുകയും എന്നാൽ ആ മുക്തിയില്ലായ്മയിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർക്ക് മുക്തി ആവശ്യമില്ല. അപ്പൊ ഇവിടെ സൂചിപ്പിച്ച എന്താണ്?
ആർക്കാണ് മുക്തി വേണ്ടത്? ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം. മോക്ഷം എന്നുള്ളതിനൊരു നിർവചനം പോലെ ഒരു ആചാര്യൻ പറഞ്ഞത് മോഹക്ഷയം മോക്ഷം. ആ അക്ഷരം തന്നെ തിരിച്ചിട്ടാണ് ഇത്. മോഹക്ഷയം മോക്ഷം. എന്താണ് മോഹം എന്ന് പറഞ്ഞാൽ? മലയാളത്തിലെ മോഹം അല്ല, തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധാരണ, അറിവില്ലായ്മ. ശ്രീമദ് ഭാഗവതം പറയുമ്പോൾ നമ്മൾ കാണും ദ്വിതീയ സ്കന്ധത്തിൽ എന്താണ് ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങിയപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് മോഹം എന്നാണ് സൂചിപ്പിക്കുന്നത്. മോഹം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം, മലയാളം മോഹം പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ആ വാക്ക്. മോഹം എന്നുള്ള വാക്കിനർത്ഥം ഭഗവാനെ അറിയായിക ആണ് മോഹം എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം. ഭഗവത് തത്വത്തെ അറിയാതിരിക്കുക. അത് കഴിഞ്ഞ് ഇത്തിരി കൂടെ ഡിഗ്രി കൂട്ടിയാണ് പറഞ്ഞത് മഹാമോഹം. മഹാമോഹം എന്നുള്ളതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഭാഗവതത്തില് ഭഗവാനെ അറിഞ്ഞില്ല എന്ന് തന്നെയല്ല, പിന്നെ ശരീരത്തെ ഭഗവാനായിട്ട്, ആത്മാവായിട്ട്, ചൈതന്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഇതിനെയാണ് മഹാമോഹം. ഈ രണ്ട് വാക്കിനെ കുറിച്ച് കണ്ട് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കട്ടെ. മോഹം തത്വത്തെ അറിയാതിരിക്കുക, മഹാമോഹം അതിനെ മറ്റൊന്നായിട്ട് തെറ്റിദ്ധരിക്കുക. ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വിക്ഷേപ ആവരണ ശക്തികളെ സൂചിപ്പിക്കുന്നത്. ആവരണം എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? മൂടുക, അനാവരണം. അപ്പൊ ആവരണം ചെയ്യാന്ന് പറഞ്ഞാൽ മൂടുക. എന്ത്? സത്യത്വം മൂടപ്പെടലാണ് ആവരണം. അതാണ് മോഹം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വിക്ഷേപം എന്ന് പറഞ്ഞാലോ അതല്ലാത്ത ഒന്നിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് വിക്ഷേപം എന്ന് പറയുന്നത്. യുഗങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഉദാഹരണം എന്താണ്? രജ്ജു സർപ്പ ഭ്രാന്തി. കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കും. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയതും ഇന്നും വളരെ പ്രസക്തവുമായ ഉദാഹരണമാണ്. കയറിലെ കയറത്തം ആദ്യം മറയപ്പെടുന്നു, അത് ആവരണം. അപ്പോഴെന്ത് സംഭവിക്കുന്നു? കയറിനെ കയറായിട്ട് അറിയുന്നില്ല എന്ന് തന്നെയല്ല, പിന്നെ പാമ്പായിട്ട് അറിയുന്നു. അതിനെ വിക്ഷേപം എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിനെ വെയിലിംഗ് പവർ, പ്രൊജക്റ്റിംഗ് പവർ എന്ന് പറയും. വെയിലിംഗ് എന്ന് പറഞ്ഞാൽ മൂടൽ എന്നല്ല, പ്രൊജക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ ശാസ്ത്രത്തിലെ ആവരണം, വിക്ഷേപം എന്ന് സൂചിപ്പിക്കുന്നത്. അതിന് ഭാഗവതത്തിലെ പേരാണ് മോഹം, മഹാമോഹം. അപ്പൊ ഈ മോഹിതരായിരിക്കുന്നവർക്കാണ് മോക്ഷം ആവശ്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മോഹക്ഷയം പറഞ്ഞുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. ഈ അറിവില്ലായ്മ ഇല്ലാതാകലിൽ ആണ് മോക്ഷം എന്നുള്ളതിൻ്റെ ലക്ഷണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ മരിച്ച് പോയി അവിടെ ചെന്നിട്ട് വേറെ ഏതോ ഒരു ലോകത്തിൽ ഇങ്ങനെ റിസർവ് ചെയ്ത്, അല്ലേ, കസേരയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്ക് റിസർവ്ഡ് എന്ന് VIP-സിനെ. അങ്ങനെയൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല മോക്ഷമാകുന്ന കസേരയിൽ VIP റിസർവേഷൻ ഒന്നും. അപ്പൊ മോക്ഷമുക്തി എവിടെ വെച്ചാ വേണ്ടത്? ഇഹൈവ. ഗീതയിൽ ഭഗവാൻ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ഇഹൈവ. ഇഹ ഏവ. ഇവിടെ തന്നെയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വേറെങ്ങും ചെന്നിട്ടല്ല വേണ്ടത്. അപ്പൊ രാമായണം എന്തിനു വേണ്ടിയിട്ട് എഴുതി എന്നുള്ളത് സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചു. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം, അല്ലെ? ഇതിനാണ് പ്രയോജനം എന്ന് പറയും. നേരത്തെ സൂചിപ്പിച്ച അനുബന്ധ ചതുഷ്ടയ മഹാഗ്രന്ഥങ്ങളുടെ രചനയിൽ ഇത് നാലും സൂചിപ്പിക്കും. അപ്പൊ ഇത് പ്രയോജനം എന്താണെന്നുള്ളത് സൂചിപ്പിച്ചു. അധികാരി ആരാണെന്നുള്ളത് സൂചിപ്പിച്ചു. ഈ ഭൂമിയിലുള്ള എല്ലാ ജന്തുക്കളും അതിനധികാരികളാണ്. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വീണാവാണി ആരാ? ഇവിടെ വീണാവാണി എന്നുള്ളതിനർത്ഥം നാരദൻ. പലരും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റാണത്. വീണാവാണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീണാപാണി സരസ്വതി നമ്മൾ ഭജനയൊക്കെ പാടാറുള്ളതുകൊണ്ട് വീണാവാണി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ വീണാവാണി സൂചിപ്പിച്ചത് നാരദനെയാണ്. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. ആരാ പറഞ്ഞു കൊടുത്തത് വാൽമീകി രാമായണം ആദ്യം? നാരദൻ. നാരദൻ ആരാണ്?
നാരം ദദാതി ഇതി നാരദഃ. അറിവിനെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നയാളാണ് നാരദൻ. അല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഏഷണിക്കാരനും തമ്മിൽ തല്ലിക്കുന്നവനും ഒന്നും അല്ല എന്നർത്ഥം. അദ്ദേഹം ഏഷണി പറയുന്നെങ്കിൽ അതിന്റെ പിന്നിലൊരു നല്ല ഉദ്ദേശം കാണും. നമ്മൾ ഏഷണി പറയുന്ന പോലെ അല്ല എന്നർത്ഥം. നമ്മൾ ഏഷണി പറയുന്നെങ്കിൽ അത് ദുരുദ്ദേശത്തോടെയായിരിക്കും. നാരദൻ ഏഷണി പറയുന്നതും തമ്മിൽ തല്ലിക്കുന്നതും അവരുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷെ നാരദൻ അതും സാധിക്കാറുണ്ട് എന്നർത്ഥം. ആ നാരദനാണ് നാരം ദദാതി. നാരം എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനം എന്നർത്ഥം. ജ്ഞാനദാതാവാണ് നാരദൻ. എത്രയോ ആത്മാക്കളെ രക്ഷപ്പെടുത്തിയ ആളാണ് നാരദൻ. പ്രഹ്ലാദന്റെയും ധ്രുവന്റെയും ഒക്കെ കഥകളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ ആരാ ഉപദേശം കൊടുത്തത്? നാരദൻ. യഥാസമയം അതാത് സ്ഥലങ്ങളിൽ വന്നിട്ട് ആരും വിളിച്ചിട്ടില്ല. അൺഇൻവൈറ്റഡ് ഗസ്റ്റായിട്ടാണ് നാരദൻ വരുന്നത്. പക്ഷെ ചെയ്യുന്നത് എത്രയോ വലിയൊരു മഹത് കർമ്മമാണ് സിദ്ധിക്കുക. അപ്പം വാൽമീകിക്ക് നാരദനാണ് രാമായണം ഉപദേശിച്ചത്. വാൽമീകി രാമായണം തുടങ്ങുന്നത് വാൽമീകിയും നാരദനും തമ്മിലുള്ള സംവാദത്തോടു കൂടിയാണ്. കുറേ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരാളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയും ഉണ്ടല്ലോ, ഈ ലക്ഷണങ്ങളൊക്കെ ഒത്ത ഒരേ ഒരാളെ എനിക്കറിയാവുള്ളൂ. അതാരാണ്? ഇക്ഷ്വാകു വംശജനായ ശ്രീരാമൻ. ഓഹോ, ഐ സി, എസ് യു സി എഴുതിക്കോളൂ ഇനി. വാൽമീകി രാമായണം തുടക്കം നല്ല ഭംഗിയാണ്, നല്ല രസമാണത്. കോന്വർത്ഥം സാമ്പ്രതം ലോകേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ലക്ഷണങ്ങളില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വായിക്കുമ്പോൾ